കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് എപ്പോഴും വൃത്തിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസ് കുറച്ച് ഓർമ്മക്കുറവുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഏജിനായിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് സംസാരിക്കാനുള്ള വേദി. ആരോട് സംസാരിക്കും? ആർക്കും കുട്ടികൾക്ക് നമ്മുടെ പ്രായത്തിൽ താഴെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർ സോഷ്യൽ മീഡിയ ആയാലും അവരുടെ ലോകത്തായിരിക്കും. പിന്നെ നമ്മളെ കഴിഞ്ഞ് സീനിയർ ആയിട്ടുള്ള പലരും നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. പിന്നെ ആളുകൾ നമ്മുടെ കൂടെ ഇപ്പോൾ ലൈവായിട്ടുള്ള ആൾക്കാരോടാണ്. അപ്പൊ അങ്ങനെയുള്ളവരായിട്ടുള്ള കണക്ട് ചെയ്യുന്ന ഒരു മീഡിയമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ. ഞാനും അടുത്ത വർഷം നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരെയും കണക്ഷൻസ്, നിങ്ങളെ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യ സൗകര്യങ്ങളും നേരുന്നു. ഈ സീസണൽ ഗ്രീറ്റിംഗ്സ്, ക്രിസ്മസിന്റെ നവവത്സരത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. എന്റെ വേദിയിൽ ക്ഷണിച്ച ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. மலையாளம் அவ்வளோ புரியாத வராது. ஸோ மெயின் ஆக்சுவலி இந்த ஆர்கனைசர்ஸ்க்கு ரொம்ப தேங்க்ஸ் சொல்லணும். ஆக்சுவலி இவ்வளோ உங்கள் எல்லாரையும் ஆர்கனைஸ் பண்ணி பிளான் தான் பண்ணுறது வந்து எவ்வளோ கஷ்டமான விஷயம் தெரியும்.